എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ആരിഫ് ഹുസൈൻ തിരുവറ്റാണോ കൂടിയുള്ളത്? ആരിഫ് നമസ്കാരം. നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു ആരിഫ്, അതായത് നമുക്ക് എന്നും ഓരോ വിഷയങ്ങൾ ഇങ്ങനെ കിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിദാരുണമായി കോഴിക്കോട് കാക്കൂരും 2 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടി ചേലാകർമ്മം നടത്തുന്ന പ്രക്രിയക്കിടെ ആ കുട്ടിക്ക് അനസ്തേഷ്യ കൊടുക്കുന്നു. കുട്ടി അൺകോൺഷ്യസ് ആവുന്നു. പീഡിയാട്രീഷ്യൻ ഇല്ലാത്തൊരു ക്ലിനിക്കിൽ വെച്ചാണ് ഇത് സംഭവിച്ചത്. പിന്നീട് ആ കുട്ടീനെ ശിശുരോഗ വിദഗ്ധനുള്ള മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്ന അതിന് മുൻപ് തന്നെ ആ കുട്ടി മരണപ്പെടുന്ന ഒരു സാഹചര്യം. 2 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണത്. ഇതിപ്പോ ആദ്യത്തെ സംഭവമല്ലല്ലോ. 2017 തോന്നുന്നു മാതൃഭൂമിയുടെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പെൺചേല കർമ്മം ഇവിടെ സജീവമാണ് എന്ന് പറഞ്ഞ്. അതിനുശേഷം ഓരോ കുട്ടികൾ മരണപ്പെടുന്നുണ്ട്. അമിത രക്തസ്രാവം, അണുബാധയും ഒക്കെ ഏറ്റിട്ട്. എനിക്കറിയാം ആരിഫ് ഉൾപ്പെടുന്ന NRC, ആരിഫ് ലീഡ് ചെയ്യുന്ന നോൺ റിലീജിയസ് സിറ്റിസൺ എന്ന് പറയുന്ന NRC എന്ന സംഘടന ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഇതിനെതിരെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേലാകർമ്മം അന്ധവിശ്വാസമാണ്, നിർത്തണം എന്ന് പറഞ്ഞത്. ആരിഫ്, എന്താണ് സംഭവിക്കുന്നത്? ഈ കുട്ടിയുടെ മരണത്തിൽ നമ്മൾ അനുശോചനം അർപ്പിച്ചുകൊണ്ട് തന്നെ ഇതൊരു സമൂഹത്തിന്റെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയും കൂടി നമ്മൾ ബലി കൊടുത്തു എന്ന ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ആ വിഷയം ഒന്ന് പറയാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇപ്പൊ നമ്മളുടെ ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ ഇടപെടണമെന്നും നോൺ മെഡിക്കൽ റീസൺസിന് വേണ്ടി ആയിട്ട് ഇതുപോലെ ഡോക്ടർമാരായാലും അല്ലാതെയൊക്കെ നടത്തുന്ന ഇത്തരം ചേലാകർമ്മം അത് തടയിടണം. അത് 18 വയസ്സിന് ശേഷം ആ വ്യക്തികൾക്ക് അവർക്ക് വേണമെങ്കിൽ അവർ ചെയ്തോട്ടെ എന്ന രീതിയിലേക്ക് ഒരു ശ്രദ്ധ കൊണ്ടുവരണം. അതാണ് ഇവിടെ വേണ്ടത്. ഇത് കുട്ടികൾക്ക് മേലെയുള്ള അതിക്രമമാണ് എന്ന് കാണിച്ചുകൊണ്ട് NRCയുടെ നേതൃത്വത്തിൽ, അതായത് നോൺ റിലീജിയസ് സിറ്റിസൺസ് നമ്മൾ നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നമ്മളൊരു കേസിന് പോവുകയും ആ കേസ് പരിഗണിക്കാൻ പോലും ഇവിടുത്തെ ജഡ്ജിമാരായിട്ടുള്ള ഹൈക്കോടതിയിലുള്ള ആളുകൾക്ക് സാധിക്കാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം ഇതൊരു ഭയമുണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ആ രീതിയിലാണ് അന്ന് അവരവിടെ അതിനെ കണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാൻ പറയാം, ഈ കുട്ടിയെ കൊലപ്പെടുത്തിയ അല്ലെങ്കിൽ ഈ കൊലയ്ക്ക് കൊടുത്ത ആ ഒരു ചെയ്തിയിൽ ഒരു പങ്ക് ആ പറയുന്ന ഹൈക്കോടതിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയാം. മറ്റ് മതങ്ങളിലുള്ള അന്ധവിശ്വാസങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൽ വാചാലരാകാൻ ഇഷ്ടംപോലെ ആളുകളെ കിട്ടും. അത് തടയണം എന്നൊക്കെ പറയാനൊക്കെ നമ്മൾ ആളെ കിട്ടാറുണ്ട്. മാത്രമല്ല, ഈ മരണം സംഭവിക്കുക എന്ന് പറയുന്നതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയം. അതായത് ഇപ്പോൾ ശൂലം കുത്തിയിറക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയും. ഓക്കെ, ഇത് പല ആളുകളും കമ്പാരിസൺ ഒക്കെ ആയിട്ട് വരുന്നതാണ്. ശൂലം കുത്തിയിറക്കുന്നു, അതല്ലെങ്കിൽ ഗരുഡൻ തൂക്കം നടത്തുന്നു, അതല്ലെങ്കിൽ കനലിന്റെ മുകളിൽ കൂടെ നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതുകൊണ്ടൊക്കെ എത്ര പേര് മരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചോദ്യം ഒരു വശത്ത്. രണ്ട്, ഇത് എങ്ങനെയാണ് ഒരു അന്ധവിശ്വാസമായിട്ട് കണക്കാക്കപ്പെടുന്നത് എന്നുള്ളത് അതും ഇവിടെ നമ്മൾ പറയുന്നു. കാരണം ഇതിലൊക്കെ പലതും റിവേഴ്സിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. മാത്രമല്ല, ഇതിനകത്ത് അപകടം എന്ന് പറയുന്നത് മരണത്തിന് തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിലാണ് പലപ്പോഴും ഇത് വരാറുള്ളത്. പക്ഷേ ഈ ചേലാകർമ്മത്തിന്റെ വിഷയം വരുമ്പോൾ ഇത് കുട്ടികൾ നേരിട്ട് മരിക്കുന്ന അവസ്ഥയാണ്. ഇതിപ്പോൾ ഇന്ത്യയിൽ, കേരളത്തിൽ നമ്മൾ പറയുമ്പോൾ ചേലാകർമ്മമാണ് ഇവിടെ പറയുന്നത്. ആഗോളതലത്തിൽ സ്ത്രീകളുടെ ചേലാകർമ്മം പോലും ഒരു വലിയ വിഷയമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ചേലാകർമ്മം സ്ത്രീ ചേലാകർമ്മം ഒരേപോലെ നിൽക്കുന്ന കാര്യം തന്നെയാണ്. വിശ്വാസികൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഇത് സ്ത്രീ ചേലാകർമ്മത്തെക്കുറിച്ച് മിണ്ടാറില്ല, ചേലാകർമ്മത്തെക്കുറിച്ച് മാത്രമേ മിണ്ടാറുള്ളൂ. പക്ഷെ അറിയുന്ന ആളുകളൊക്കെ ഇത് ഇന്നും ചെയ്യുന്നുണ്ട്, അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത്തരം സെന്റേഴ്സ് നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീ ചേലാകർമ്മം നടത്തി കൊടുത്തിരുന്ന സ്ഥലങ്ങൾ കോഴിക്കോട് അടക്കം ഉണ്ടായിരുന്നത് പൂട്ടിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയത് ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ തന്നെയായിരുന്നു. അന്ന് മുസ്ലിം ലീഗ് അതിന് ഇറങ്ങി തിരിച്ചപ്പോൾ അവരെ വിലക്കിയത് ഇവിടുത്തെ സമസ്തയിൽപ്പെട്ടിട്ടുള്ള ആളുകളായിരുന്നു. ഈ സ്ത്രീ ചേലാകർമ്മത്തിനെതിരെ നിലപാടെടുത്തതിന്റെ പേരിൽ നിങ്ങൾക്കറിയാത്ത വിഷയത്തിൽ നിങ്ങൾ ഇടപെടേണ്ട എന്ന് വരെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന രീതിയിൽ ഇവിടുത്തെ സംസ്ഥയും മറ്റ് മതപണ്ഡിതരും വന്ന് ഒരു നാട്ടിലാണ് നമ്മൾ ഇരുന്നിട്ട് ഇത് പറയുന്നത്. ഇനി ഈ ഒരു വിഷയത്തിൽ ഒരു കാര്യം പറയാനുള്ളത്, പ്രധാനപ്പെട്ട കാര്യം, അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് ആണ് ഈ കുട്ടി മരിച്ചെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചേലാകർമ്മത്തിന്റെ കുഴപ്പമല്ല, ഇത് അനസ്തേഷ്യ കൊടുത്തതിന്റെ കുഴപ്പമാണെന്നാണ് ഇപ്പോ പോലീസ് കേസെടുത്തിട്ടുണ്ട് ക്ലിനിക്കിലെ ജീവനക്കാർക്കെതിരെ. അപ്പൊ അങ്ങനെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അനസ്തേഷ്യയുടെ കുഴപ്പമാണെന്നാണ് പറയുന്നത്. നമ്മളിവിടെ ചോദിക്കുന്നത്, അനസ്തേഷ്യ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ പ്രൊസീജിയർ ചെയ്യുമ്പോൾ അത് ലോക്കൽ ആയിക്കോട്ടെ, ജനറൽ ആയിക്കോട്ടെ, മറ്റ് എങ്ങനെ ആയാലും അത് അതിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ പ്രശ്നം അനസ്തേഷ്യ കൊടുക്കുമ്പോഴാണോ അതോ അതിന് മുന്നേ ആണോ ശേഷമാണോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഈ കുട്ടി എങ്ങനെ ഈ ക്ലിനിക്കിൽ എത്തിപ്പെട്ടു, എന്താണ് അതിനുള്ള മോട്ടിവേഷൻ? ഇതൊരു ഒന്നാമത്തെ കാര്യം, ഇത് ഒരു അവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ബേർഡൻ ആണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അനാവശ്യമായിട്ടുള്ള ഒരു സർജറി, ഒരു തരത്തിലും മെഡിക്കൽ ഇൻഡിക്കേഷൻ ഇല്ലാത്ത ഒരു സംഗതി. ഈ കുട്ടിയെ ഇപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മതത്തിന്റെ കാരണം കൊണ്ടല്ലാതെ മറ്റൊരു കാരണം ഇതിനില്ല. ഇപ്പൊ ആ ഭാഗത്തിന് എന്തെങ്കിലും ഒരു അസുഖം വന്നു, കയ്യിലൊരു ചൊറി വന്നു, അത് മുറിച്ചു കളയണമെന്ന് പറയുന്ന പോലെ ആ ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു എന്നിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിനൊരു മെഡിക്കൽ ഇൻഡിക്കേഷൻ ഉണ്ട്. അതിൽ സംഭവിക്കുന്ന എററിനെ അത് വേറെ രീതിയിൽ നമ്മൾ അതിനെ കാണണം. അത് നെഗ്ലിജൻസ് ആണെങ്കിൽ നെഗ്ലിജൻസ് എന്നുള്ള രീതിയിൽ ഡോക്ടർക്കെതിരെ പരാതി ആയിട്ടും മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ പോകണം. അതല്ല ഇനി മറ്റേതെങ്കിലും മെഡിക്കൽ എറേഴ്സ് എന്നുള്ളതിനേക്കാൾ ഉപരി ഈ പ്രൊസീജിയറിന്റെ ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു റിസ്ക് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അത് ഏതൊരു മെഡിക്കൽ പ്രൊസീജിയറിനും ഉണ്ട്.
അതിപ്പോൾ ഇനിയിപ്പോൾ ഓപ്പൺ ഹാർട്ട് സർജറി ആയാലും ശരി, ഇനിയിപ്പോൾ വെറുതെ ഒരു ഹെർണിയ സർജറി ചെയ്യുമ്പോഴാണെങ്കിലും ശരി, അതിനൊക്കെ ഒരു റിസ്ക് ഇൻവോൾവ് ആണ് ഏതിന് ആണെങ്കിലും. ഓക്കെ, അത് അതിന്റെ ഭാഗമാണ്, ഈ പറയുന്ന ഒരു പ്രൊസീജിയറിന്റെ ഭാഗമാണ്. ഇനി അതിനപ്പുറത്തേക്ക് എറർ വരിക എന്നുള്ളത് അത് വേറൊരു വിഷയമാണ്. ഇതൊന്നുമല്ലാത്തൊരു മറ്റൊരു വിഷയമാണ് ഈ അവോയ്ഡബിൾ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻഡിക്കേഷനും ഇല്ലാതെ ചുമ്മാ ഇരിക്കുമ്പോൾ, ഇപ്പം നമ്മൾ ഈ കോസ്മെറ്റിക് പ്രൊസീജിയറൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ ആളുകൾ ഓരോന്ന് ചെയ്തു, ഇപ്പോൾ തടി കുറയ്ക്കാൻ വേണ്ടി ചില സർജറി ചെയ്തു എന്നിട്ട് മരണപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ നാൾ നമ്മൾ കേട്ടു ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് പോയി എന്നിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ, ഇതൊക്കെ ഒരു മെഡിക്കൽ നീഡാണോ? ഏതെങ്കിലും വിധേന ഒരു ലൈഫ് സേവിങ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് വരുന്നുണ്ടോ? ഇല്ല. പക്ഷെ അവരുടെ ഓൺ ഒരു ചോയ്സ് എന്നുള്ള രീതിയിൽ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്നുള്ള രീതിയിൽ വരും. ഇത് ചോയ്സ് പോലും വരുന്നില്ല ഈ കുട്ടിയുടെ കാര്യത്തിൽ. കാരണം ഇത് മാതാപിതാക്കളുടെ മതപരമായ ഒരു ഒരു കടമ, അല്ലെങ്കിൽ അവരുടെ ഒരു സംഗതി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ സംഗതി തങ്ങളുടെ കുട്ടികളുടെ മേലെ ചെയ്യുന്നത്. അവർ വലിയ വിശ്വാസികളാണ്, അവർ വലിയ ഭക്തിയുള്ള ആളുകളാണ്, അള്ളാഹുവിൽ അവർക്ക് വലിയ വിശ്വാസമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി, അവരൊരു അനുസരണശീലമുള്ള ആളുകളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണിയാണ് സ്വന്തം മക്കളുടെ മേത്ത് ഈ പണി ചെയ്യുക എന്നുള്ളത്. ഇതാണ് ഇവിടെ സംഭവിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ അവോയ്ഡബിൾ ആയിട്ടുള്ള ഈ ഹെൽത്ത് കെയർ ബേർഡൻ ഇത് വരുത്തി വെക്കുന്നതിനുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇവിടെ കൃത്യമായിട്ട് മതം തന്നെയാണ്. ആ മതം ഇവിടെ ഇസ്ലാമാണ്. ഈ ഇസ്ലാമിന്റെ കീഴിലുള്ള ഒരു വലിയൊരു അന്ധവിശ്വാസം ആയിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ് ഈ പറയുന്ന ചേലാകർമ്മം. ഇത് സമൂഹം ചർച്ച ചെയ്യുന്നില്ല, ഇതിനെ മാധ്യമങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല, ഇതിനെ കോടതികൾ പരിഗണിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ ഈ അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഇനിയും കുട്ടികൾ ഇവിടെ ചാവും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ വഴികളാണ് ഇവിടെ തുറന്നിട്ട് നമ്മൾ ഇങ്ങനെ അവസരം ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ആരിഫ്, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം നമ്മൾ സുംബ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച വന്നപ്പോൾ അത് അടിച്ചേൽപ്പിക്കുന്ന പാശ്ചാത്യ സംസ്കാരം എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ കുട്ടിക്കൊരു ചോയ്സ് ഇല്ല എന്ന് ആരിഫ് ആവർത്തിച്ച് പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. 6 7 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ സുന്നത്ത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വലിയ ആഘോഷങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുമുണ്ട്. 18 വയസ്സുള്ള പൂർത്തീകരിച്ച ഒരു കുട്ടിയെ ഒരാളെ മാത്രമാണ് നമ്മൾ കൺസെന്റ് കൊടുക്കാനുള്ള പ്രായമായി ഇന്ത്യയിൽ കൺസിഡർ ചെയ്യുന്നത്. മറ്റുള്ള രാഷ്ട്രങ്ങൾ അല്ലെ, ഇന്ത്യയിൽ ഇപ്പൊ നമുക്കറിയാം ഹിന്ദു മതത്തിൽ ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടായിരുന്നു. അവർ ഒരുപാട് ഘട്ടങ്ങളിലായി അതിനെ പരിഷ്കരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ഇപ്പൊ സതി സമ്പ്രദായം അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ, ഇതൊക്കെ പരിഷ്കരിക്കപ്പെടുകയും മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോ അടിച്ചേൽപ്പിക്കുന്നതാണ് സുബ്ബ സംസ്കാരമെങ്കിൽ അടിച്ചേൽപ്പിക്കുന്നതല്ലേ ഇവിടെ? ഇവർ എന്താണ് പരിഷ്കരണത്തിന് വിധേയമാകാത്തതൊരു ചോദ്യമില്ലേ? അതാണ് ഇതിൽ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയാണ്. അതുപോലെ ഇതിന് ശാസ്ത്രീയ പഠനമുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ സുംബ വിഷയത്തിൽ നമ്മൾ കേട്ടത്. ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, ഈ പറയുന്ന ചേലാകർമ്മം ഇപ്പൊ മനുജ ചോദിച്ച പോലെ തന്നെ അത് നമ്മൾ മുന്നേ ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. ഈ പറയുന്ന ചേലാകർമ്മം അല്ലെങ്കിൽ ഹിജാബ്, അതല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ചോദിക്കുന്ന കാര്യം, ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ചോദിക്കുകയാണ്, ഇതിന് ശാസ്ത്രീയമായിട്ട് എന്ത് അടിത്തറയാണുള്ളത്? ഈ പറയുന്ന ചേലാകർമ്മം ഇവിടെ ഒരുപാട് സാധനം എഴുന്നള്ളിച്ചു കൊണ്ടുവരും. ഇത് ചെയ്ത HIV കുറയും, ഇത് ചെയ്ത മറ്റേ എന്താണ് ക്യാൻസർ കുറയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുന്നള്ളിച്ചു വരിക. ഞാൻ അതെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് ഒറ്റവാക്കി പറയാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് വെറും 25% താഴെ മാത്രമാണ് മുസ്ലിങ്ങളുള്ളൂ. അവരെ ഇത് ചെയ്യുന്നുള്ളൂ. പിന്നെ ഉള്ളത് കുറച്ച് ക്രിസ്ത്യാനികൾ, കുറച്ച് ജൂതന്മാര്. അവരെ സംബന്ധിച്ചിടത്തോളം അവരിന്ന് അതിൽ നിന്ന് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യുന്നവരല്ലാതെ ആയി മാറി ഇരിക്കുകയാണ്. എന്നുവെച്ചാൽ വളരെയധികം കുറഞ്ഞു. പക്ഷെ ഇന്നും ഇത് കൊണ്ടു നടക്കുന്നത് ഈ പറയുന്ന മുസ്ലിങ്ങളാണ്. ഇനി മറ്റുള്ള ആളുകൾ ഇത് ചെയ്യുമ്പോൾ ഇത് ശാസ്ത്രീയമാണെന്ന് പറഞ്ഞിട്ട് എഴുന്നള്ളിക്കുന്ന തള്ളിമറിക്കുന്ന പണി ഈ ജൂതന്മാരും ചെയ്യാറില്ല, ഈ പറയുന്ന ക്രിസ്ത്യാനികളും ചെയ്യാറില്ല. ഇത് ചെയ്യുന്നത് നമ്മളുടെ ഇസ്ലാം മത വിശ്വാസികളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തൽക്കാലം മറ്റു രണ്ടുപേരെ ഒഴിവാക്കിയിട്ട് മുസ്ലിങ്ങളോട് മാത്രമായിട്ട് ഞാൻ ഇതിൽ പറയുന്ന ഒരു കാര്യം, മുസ്ലിങ്ങൾ ഈ ലോകത്ത് 25% താഴെയുള്ളൂ. ബാക്കിയുള്ള ആളുകളിൽ ഈ പറയുന്ന ആണുങ്ങൾ അവര് ഈ പറയുന്ന സംഗതി ചെയ്യാതെയാണ് ജീവിക്കുന്നത്. അവർക്ക് ആർക്കും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് ഈ പറയുന്ന ഈ സാധനത്തിനുണ്ടെന്ന് നിങ്ങൾ ഈ പറഞ്ഞു വെച്ച് ഇതുപോലെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഇവിടെ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് ഇപ്പോൾ ആഫ്രിക്കയിലെ ചില പഠനങ്ങളൊക്കെ കാണിച്ചിട്ടാണ് പറയാം. അവിടെ എന്താ സംഭവിക്കുന്നത്, അത് അഡൾട്ട് മെയിൽസിൽ ഉണ്ടാകുന്ന ഒരു ജോഗ്രഫിക്കൽ ഒരു ലിമിറ്റിൽ നിൽക്കുന്ന ഒരു വിഷയം. അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് WHO ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അവരവിടെ ഒരു ചെറിയ ഗുണം കണ്ടു. പക്ഷെ ഇതൊരിക്കലും തന്നെ ചെറിയ കുട്ടികൾ, ഇതിപ്പോ മരിച്ചിരിക്കുന്നത് 2 മാസമായിട്ടുള്ള കുട്ടിയാണ്. നമ്മൾ ഇതിന് മുന്നേ സംസാരിച്ചത് 69 ഇതുണ്ടോ? അതായത് പ്രായപരിധി, അതായത് കുട്ടി ജനിച്ച് 2 മാസം അനസ്തേഷ്യ കൊടുക്കാനുള്ള പ്രായം പോലും ഇല്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇത് ഏത് പ്രായത്തിനുള്ളിൽ എന്നൊരു രീതി ഉണ്ടോ? ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചു വീണ ഉടനെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതിപ്പോ ജൂതന്മാരും അതൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പല കാര്യങ്ങളും നമ്മൾ പറയേണ്ടതായിട്ട് വരും.
ജൂതന്മാരെ നമ്മൾ വിടുന്നു. കാരണം ഇപ്പൊ ജൂതന്മാരിൽ തന്നെ ഇപ്പൊ നമ്മൾ അവരുമായിട്ടൊക്കെ നമ്മൾ ഒരുപാട് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഇത് ചെയ്യേണ്ടതില്ല എന്ന് പറയുന്ന, അതായത് ഈ സർക്കംസിഷനും ഒഴിവാക്കണം എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് ജൂതന്മാർ മാറുകയാണ്. അവരിൽപ്പെട്ട ഒരു വലിയ വിഭാഗം അത് അക്സെപ്റ്റബിൾ ആയിട്ട് കാണുകയാണ്. അതായത് സർക്കംസൈസ് ചെയ്യാതെയും മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ. ഇസ്ലാം മതത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ള എത്ര ആളുകൾ അതിനെ അനുകൂലിക്കും അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു നിലപാടെടുക്കും? അവിടെയാണ് ഇതിന്റെ വ്യത്യാസം. ഇപ്പൊ ഹിന്ദുക്കൾ അന്ധവിശ്വാസം എന്ന് പറയുന്നു. ഒരു അന്ധവിശ്വാസത്തിന്റെ ഒരു വിഷയം ഇവിടെ വന്ന ഒരു ബലി വരുന്നു, അല്ലെങ്കിൽ ഇതേപോലെ ഒരു ശൂലം കുത്തി ഇറക്കൽ വരുന്നു. ഇതിനെ ന്യായീകരിക്കുന്ന ഹിന്ദുക്കളെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഉണ്ടെങ്കിൽ തന്നെ ആ ഹിന്ദുക്കളെ വിമർശിക്കാനും അവരെ തള്ളി പറയാനും മറ്റ് ഹിന്ദുക്കൾ വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. പക്ഷെ ഇവിടെ നമ്മൾ ഈ വിഷയം വരുമ്പോൾ ഇന്നിപ്പോ സോഷ്യൽ മീഡിയ പോസ്റ്റ്, ഈ വാർത്തയുടെ താഴെ വരുന്ന കമന്റുകൾ, ഇതെല്ലാം നിങ്ങൾ എടുത്തു നോക്കൂ. ചേലാക്രമത്തിന്റെ ശാസ്ത്രീയത വിളമ്പുന്ന പോസ്റ്റുകളും കമന്റുകളായിരിക്കും എന്നറിയാം. ഇത് പറയുന്നത് ആരാണ്? ഇവിടുത്തെ സാധാരണ വിശ്വാസികൾ, ഇസ്ലാം മത വിശ്വാസികളാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ മുസ്ലിമും ഒരു അന്ധവിശ്വാസിയാണ്. പച്ചയ്ക്ക് പറഞ്ഞാൽ അങ്ങനെ തന്നെ നമ്മൾ പറയണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഇത് മറ്റു മതങ്ങളിൽ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് ചെയ്യുമ്പോൾ അതിവിടെ എടുക്കില്ല. കാരണം ഇതിനെ ആരും തള്ളിമറിക്കില്ല. അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, അതുകൊണ്ട് ചെയ്യുന്നു എന്നേ പറയുന്നുള്ളൂ. ഇത് ശാസ്ത്രീയമാണ്, അതുകൊണ്ട് ചെയ്യുന്നു എന്ന് ആരും തള്ളിമറിക്കുന്നില്ല. ഇനി ഈ ഇസ്ലാമിലെ തന്നെ കാഴ്ചപ്പാട് സ്ത്രീകൾക്കും ഈ പറയുന്ന ചേലാകർമ്മം നിർബന്ധമാണെന്നാണ് പറയുന്നത്. അതായത് പുരുഷന്റേത് പരസ്യമായിട്ട് ചെയ്യലും സ്ത്രീയുടേത് രഹസ്യമാക്കി ചെയ്യലുമാണ് ഇസ്ലാമിലെ ഒരു നിബന്ധന എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് രണ്ടുപേരും ചെയ്യണം. ചേലാക്രമം എന്ന് ഇസ്ലാമിൽ പറയുന്ന ഓരോ ഘട്ടത്തിലും അത് സ്ത്രീ ചേലാക്രമം പുരുഷ ചേലാക്രമം വേറിട്ടല്ല പറയുന്നത്, അത് ഒരുമിച്ച് തന്നെയാണ് പറയുന്നത്. അതുപോലെ ഫതവുൽ മൊയ്ൻ പോലെയുള്ള കിതാബുകളിലൊക്കെ കൃത്യമായിട്ട് പറയുന്നു സ്ത്രീയുടേത് എന്താണ് മുറിച്ചു കളയേണ്ടതെന്ന് എന്നുവരെ അതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സാധനത്തിൽ നിന്ന് ഇന്ന് നമ്മളുടെ നാട്ടുകാർ ഇതിൽ നിന്ന് പുരുഷൻ്റെത് മാത്രം എടുക്കുന്നു, അതിന്റെ ശാസ്ത്രീയത മാത്രം വിളമ്പുന്നു. അങ്ങനെയുള്ള ആളുകളുടെ മുന്നിലേക്ക് എനിക്ക് വെക്കാനുള്ള വെല്ലുവിളി ഇതാണ്. നിങ്ങൾ പുരുഷന്റെ ചേലാകർമ്മത്തിന്റെ ഗുണമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് സ്ത്രീ ചേലാകർമ്മത്തിന്റെ ഒരു ഗുണം ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. അത് നിങ്ങൾ തെളിയിക്കുക. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ തരത്തിൽ ശാസ്ത്രീയത വിളമ്പിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം അത്. രണ്ട്, ഇതിൽ ഇവർ പറയുന്നത് ഈ ആഫ്രിക്കയിലെ പഠനങ്ങളാണെന്ന് പറഞ്ഞു. അതെല്ലാം തന്നെ അഡൽട്ട് മെയിൽസിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഇനി അത് തന്നെ ജോഗ്രഫിക്കൽ ലിമിറ്റ് ഉള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇനി അതിനും അപ്പുറത്തേക്ക് ഈ പറയുന്ന സംഗതിക്ക് ചെറിയ കുട്ടിക്ക് നിയോനാറ്റൽ ആയിട്ടുള്ള മെയിൽ സർക്കംസിഷൻ എന്ന് പറയുന്ന ഒരു വിഷയം വരുമ്പോൾ അതിനകത്ത് വ്യവസ്ഥാപിതമായിട്ട് ഒരു പഠനം പോലും അതിനകത്ത് ഗുണമുണ്ടെന്ന് തെളിയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്ന ഓസ്ട്രേലിയൻ പഠനങ്ങൾ, UK നിന്ന് വരുന്ന പഠനങ്ങൾ, അതുപോലെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നതിൽ എല്ലാം തന്നെ പറയുന്നു അതിന് നിയോനാറ്റൽ മെയിൽ സർക്കംസിഷൻ എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു എവിഡൻസ് ബേസ് ഇല്ല എന്ന് തന്നെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങൾ പറയുന്നത്. ഓക്കെ, അതിന് ഇങ്ങനെ പീനൈൽ ക്യാൻസർ തടയുന്നോ ഇൻഫെക്ഷൻ തടയുന്നോ ഇതൊന്നും അതിനകത്ത് പറയുന്നില്ല. ഇനി പീനൈൽ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അതായത് ക്യാൻസർ മൊത്തത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും റെയർ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന പീനൈൽ ക്യാൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്ത്രീകളുടേത് നോക്കുകയാണെങ്കിൽ തന്നെ ഇന്നിപ്പോൾ അതിന് നല്ല വാക്സിൻസ് വന്നിട്ടുണ്ട്. HPV വാക്സിൻ അതുപോലുള്ള കാര്യങ്ങൾ വന്നിട്ട് സ്ത്രീകൾക്കും ഈ പറയുന്ന സർവൈക്കൽ ക്യാൻസറും കാര്യങ്ങൾ തടയാനുള്ള വഴികൾ അത് വേറെയും വന്നിട്ടുണ്ട്. മൊത്തം ക്യാൻസറിൽ ഇത് കുറവാണ് താനും. അങ്ങനെ നോക്കുമ്പോൾ ക്യാൻസർ തടയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സാധനം മുറിച്ച് കളയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ക്യാൻസർ ഉണ്ടാകുന്ന ഒരു ക്യാൻസർ ഏതാണ്? അത് അന്നനാളത്തിന്റെ ക്യാൻസർ വരുന്നു, ശ്വാസകോശത്തിന് ക്യാൻസർ വരുന്നു, അതല്ലെങ്കിൽ ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ പോലും വരുന്നു. നിങ്ങൾ ഈ ഒരു സംഗതി വെച്ചിട്ട് ബ്ലഡ് ക്യാൻസർ വരുന്നു, വെരി കോമൺ. അതെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബ്രസ്റ്റ് മുറിച്ച് കളയുക, അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാവരും അന്നനാളം മുറിച്ച് കളയുക, ഇതാണോ പറയാ? ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ പറയുന്ന വിഷയത്തിൽ ഡോക്ടർമാരടക്കം പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ചെറിയ കുട്ടികളാകുമ്പോൾ ഇത് അവർക്ക് ട്രോമ കുറവായിരിക്കും എന്നാ പറയാ. ട്രോമ കുറവായതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അനസ്തേഷ്യ കൊടുത്ത് ആ കുട്ടിയെ കൊന്നു, ഇതാണ് ചെയ്തത്. ഇത് ഡോക്ടർ ഇല്ല എന്നൊക്കെയുള്ള പരാതിയൊക്കെ പറയും. ഇത് ഡോക്ടർ ചെയ്യേണ്ട കാര്യമാണോ അല്ലയോ എന്നുള്ളത് സംബന്ധിച്ചിട്ട് ആഗോളതലത്തിൽ തന്നെ വലിയ പ്രശ്നമാണ്. കാരണം നമ്മുടെ നാട്ടിൽ തൊസാമാര് ചെയ്യുന്ന പണി ഡോക്ടർമാർ ചെയ്താൽ മതി എന്നാണ് ഇപ്പൊ ഡോക്ടർമാർ പറയുന്നത്. ഡോക്ടർമാർ വളരെ തെറ്റായിട്ടുള്ള ഒരു രീതിയാണ് അവിടെ കൈക്കൊള്ളുന്നത്. ഇത് മെഡിക്കൽ ആവശ്യത്തിന് ചെയ്യുമ്പോൾ അത് ഓക്കെ, നമുക്ക് സമ്മതിക്കാം, ഒരു മെഡിക്കൽ റീസൺ ഉണ്ട്. ഇത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ബേർഡൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇത് ട്രോമ ഉണ്ടാവില്ല എന്ന് പറയും. അങ്ങനെ ട്രോമ ഇല്ല എന്നുള്ളതിന്റെ പേരിൽ ഇപ്പൊ നിങ്ങളിപ്പോ എല്ലാ ചെറിയ കുട്ടിയുടെയും കൈവിരലൊക്കെ മുറിച്ച് കളയുന്നു. ആ കുട്ടിക്ക് ട്രോമയൊന്നും ഉണ്ടാവില്ല. വലുതാവുമ്പോൾ ആ കുട്ടി പറയും എന്തിനാണ് എനിക്ക് ചെറുവിരലുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല, എനിക്കൊരു ആവശ്യം ഇതുവരെ തോന്നിയിട്ടില്ല എന്ന് തന്നെ പറയുള്ളൂ. കാരണം എന്താണ്, ആ കുട്ടി അത് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞ മാതിരി ഈ പറയുന്ന ഈ പ്രൊപ്യൂസ് എന്ന് പറയുന്ന സംഗതി മുറിച്ച് കളയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു ഓർഗനാണ്. സ്കിൻ എന്ന് പറയുന്നത് ഒരു ഓർഗൻ തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഓരോ ഏരിയയിൽ വരുമ്പോൾ അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. പ്രൊപ്യൂസിനും അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനാണ് നിങ്ങൾ അവിടെ ഇല്ലാതെയാക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പറയുന്നത് എന്താ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാ കുഴപ്പമുണ്ടെന്ന് പറയാം? കാരണം ഇത് ജന്മന ഇല്ലാത്ത ഇലാമ പഴം കഴിച്ച് ജീവിക്കുന്ന ഈ കുട്ടികൾ അവര് വലുതാകുമ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കണം നിങ്ങൾക്ക് വല്ല കാഴ്ചയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഴ്ചയോ അതെന്താന്ന് ചോദിക്കും, ലൈംഗിക സുഖമോ അതെന്താന്ന് അവർ ചോദിക്കും. ഇതാണ് അതിൽ സംഭവിക്കുന്നത്. ഈ ഒരു എനിക്ക് തോന്നുന്നു NRC വിഷയവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യം ഹൈക്കോടതിക്ക് മുന്നിൽ ഹർജിയിൽ പ്രധാനപ്പെട്ട ഒന്നുകൂടെ കാര്യങ്ങൾ ഇതായിരുന്നു തോന്നുന്നു. ആരിഫ്, എനിക്കറിയാം ആരിഫിന് സമയപരിധി ഉണ്ടെന്ന്.
അപ്പൊ NRCയുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഇനി മൂവ്മെന്റ്സ് ഉണ്ടാകുമോ ഇതിൽ ഇങ്ങനെ പോവുകയാണ്? കാര്യം എനിക്കറിയാം ആക്ടിവിസം ഉണ്ട്. മാത്രമല്ല മുസ്ലിങ്ങൾ ഈ വിഷയത്തിലേക്ക് വലിയ രീതിയിൽ വരുന്നതായി ഞാൻ കാണുന്നുമില്ല. അപ്പോ NRC ഇതിൽ അതിന് നിന്ന് വിട്ടിട്ടില്ല. നമ്മൾ അതിന്റെ പിന്നാലെ തന്നെയാണ്. പക്ഷെ നമ്മൾ കാത്തിരിക്കുന്നത് കൂടുതൽ കുട്ടികൾ ചാവാൻ തന്നെയാണ്, പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ. എന്നാലേ കോടതികളുടെ കണ്ണ് തുറക്കുകയുള്ളൂ, നമ്മളെ മാധ്യമങ്ങളുടെ കണ്ണ് തുറക്കുകയുള്ളൂ. ഇത് നമ്മൾ പറയുമ്പോൾ ഇത് നമ്മളെ മാത്രം പ്രശ്നമായിട്ട് മാറുകയാണ്. ഇവിടെ ഈ പറയുന്ന മറ്റ് അന്ധവിശ്വാസങ്ങളിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളവർക്ക് ഇടപെടാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞ മാതിരി ഈ ചേലാകർമ്മം എന്ന് പറയുന്ന അന്ധവിശ്വാസത്തിലൂടെ കൂടുതൽ കുട്ടികൾ ഇവിടെ ചാവണം. ചത്ത് കഴിയുമ്പോൾ ഇവിടെയുള്ള ആളുകളുടെ കണ്ണ് തുറക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഇതിന് പോകാൻ വഴിയുണ്ടോ? ഒരു ദുരവസ്ഥയാണ്, നമുക്കിത് പറയാൻ പോലും ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു ഗതികേട് എന്ന് പറയുന്നത്. ഇതല്ലാതെ ഇവിടെ ഈ ഒരു പ്രിയംറ്റീവ്, ഒരു മനുഷ്യ ജീവന് വില കൽപ്പിച്ചുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയും. നമ്മുടെ റോഡിൽ കുഴിയെങ്കിലും നമ്മൾ അടയ്ക്കും. ഇതുപോലെ നമുക്ക് കാണാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ ജീവന് കൊടുക്കുന്ന വില എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. എന്നിട്ട് മാനവികത നമ്മൾ വലിയ തോതിൽ വാരിക്കോരി ഒഴുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് എന്താണ്? കുറെ ഈഗോയും ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളും ഇതുപോലെയുള്ള കുറെ അടിമ മനോഭാവമുള്ള കുറെ വിഷയങ്ങളും പിന്നെ അതിനെയൊക്കെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന കുറെ അങ്ങനെ ഒരു ആത്മരതി കണ്ടെത്തുന്ന കുറെ ആളുകളും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു വിഷയത്തിൽ നമ്മളിങ്ങനെ പറയുമെങ്കിലും ഇതിൽ അപ്പീലിന് പോകാൻ വേണ്ടി നോക്കുമ്പോൾ ഈ ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിധി വന്നിട്ട് അല്ലെങ്കിൽ ഒരു സംഗതി വന്നിട്ട് നമ്മൾ അപ്പീലിന് വേണ്ടി പോകാൻ നോക്കുമ്പോൾ സുപ്രീം കോടതിയിൽ ഇത് ഏറ്റെടുക്കാൻ വക്കീലുമാരെ പോലും കിട്ടുന്നില്ല. ഇതാണ് ഇവിടുത്തെ രസം. ഓക്കെ, വക്കീലുമാർ പറയുന്നത് ഇതിൽ ഞങ്ങൾ ഇടപെട്ടാൽ ഞങ്ങളുടെ കേസ് കുറയും എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലാണ് ഇസ്ലാമിൽ അന്ധവിശ്വാസം നിലനിൽക്കുന്നത്. ഇവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന ഇസ്ലാം മറ്റൊരു മതം പോലെ ഒരു മതമാണ്, ഹിന്ദു മതം പോലെ മറ്റൊരു മതമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളെ നോക്കുമ്പോൾ നമുക്ക് അവരോട് പുച്ഛം തോന്നുന്നതുണ്ട്. കാരണം അവർക്ക് ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം അറിയില്ല എന്നുള്ളത് തന്നെയാണ് ഇതിലെ പച്ചയായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി പറയും, ഇപ്പൊ ഇതിൽ പറയുന്നു ഇപ്പൊ സുന്നത്താണെന്നാണ് പറയാ. സത്യത്തിൽ ഈ പറയുന്ന ഈ കർമ്മത്തെ സുന്നത്ത് കർമ്മം എന്ന് പോലെയാണ് വിളിക്കുക. പക്ഷെ ഇസ്ലാമിൽ അതൊരുമാതിരിപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. സുന്നത്തായിട്ടല്ല നിലനിൽക്കുന്നത്, ഫർള് എന്നുള്ള രീതിയിൽ. നിങ്ങൾ മുസ്ലിം ആയാൽ ആദ്യം ഇത് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലേ നിങ്ങൾക്ക് മുസ്ലിമിന്റെ സർട്ടിഫിക്കറ്റ് പോലും കിട്ടുള്ളൂ എന്ന് വരെ പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇവരോട് ചോദിക്കുന്നത് മുഹമ്മദ് നബി ഈ സാധനം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുക. മുഹമ്മദ് നബി ഇത് ചെയ്തതിന് തെളിവില്ല. മുഹമ്മദ് നബിയുടെ മറ്റ് അനുചരന്മാരായിട്ടുണ്ടായിരുന്ന ആളുകൾ ചെയ്തതിന് തെളിവില്ല. പക്ഷെ ആയിഷ ചെയ്തതിന് തെളിവുണ്ട്, എന്ന് വെച്ചാൽ ഭാര്യ. അപ്പോൾ സ്ത്രീ ചേലാകർമ്മം ചെയ്തതിന് തെളിവുണ്ട്. അപ്പൊ ഇനി മുഹമ്മദ് നബിയുടെ കാര്യം ചോദിക്കുമ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? മുഹമ്മദ് നബി ജന്മനാ ചേലാകർമ്മം ചെയ്ത ആളായിട്ട് ജനിച്ചു എന്നാണ് പറയാം. ഓക്കെ, ജന്മനാ ചേലാകർമ്മം ചെയ്തവനായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മെഡിക്കൽ എററാണ്, അപ്പോസ്തിയ എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഇനി അതിന്റെയും ഒരു കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് റിലേഷൻ തമ്മിലുള്ള വിവാഹങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഈ പറയുന്ന സാധനത്തിനൊക്കെ സാധ്യത കൂടുക. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന എന്താണ്? അന്നുണ്ടായിരുന്ന ഒരു വളരെ പ്രാകൃതമായ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന മുഹമ്മദ് നബി എന്നും കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യത്തിലേക്ക് ഇത് പിന്നോട്ട് കൊണ്ടുപോകും. ഇതാണ് ഇതിൽ അന്ധവിശ്വാസം. അപ്പൊ മറ്റു മതങ്ങളിൽ അന്ധവിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ വാചാലനാകാനുള്ള അവസരം നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതും നമുക്ക് തരണം. ഇത് നമ്മൾ പറഞ്ഞേ പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഒരു വാദം. പൂർണ്ണമായും വ്യക്തമാണ് ആരിഫ്. എന്തായാലും ഒരു കുട്ടി ജീവിക്കാൻ അർഹതയുണ്ടായിരുന്ന ഒരു കുട്ടിയെ അന്ധവിശ്വാസത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് കൊന്നു കളഞ്ഞിരിക്കുന്നു. കേവലം അത് നടത്തിയ ക്ലിനിക്കിലെ ജീവനക്കാർക്കെതിരെ കേസെടുത്തുകൊണ്ടല്ല, മറിച്ച് ആ കൊച്ചിനെ കയ്യിലോട്ട് കൊണ്ട് കൊടുത്ത അച്ഛനും അമ്മയും ഉണ്ടല്ലോ, ഈ സിസ്റ്റം ഉണ്ടല്ലോ, ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആണ്. അതിനെ ആ രീതിയിൽ തന്നെ ഒബ്സർവ് ചെയ്യുകയും ആളുകൾ ഇറങ്ങി പുറപ്പെടുകയും തന്നെ വേണം. കോടതികൾ എന്തായാലും കണ്ണു തുറക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ഒരു 2 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ ദുരവസ്ഥയെ കുറിച്ച് ഓർത്തിട്ട് കേരളം എന്തായാലും ലജ്ജിച്ച് തലതാഴ്ത്തണം എന്ന് തന്നെ പറയണം ആരിഫ്. എന്തായാലും ഒരുപാട് നന്ദി ആരിഫ് മറുനാടിനോട് സംസാരിച്ചത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.